ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. സന്ദേശം ഉയർച്ച. ജീവിതത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എല്ലാ നിലകളിലും ഉയർച്ച പ്രാപിക്കണമെന്നാണ്. ക്രിസ്തുവിന് സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് നമ്മെ ഉയർത്തുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, ചിലരെ ഉയർത്തുകയും ചിലരെ താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പറയുന്നത് താഴ്ച ഭവിക്കില്ല, ഉയർച്ച തന്നെ പ്രാപിക്കുന്നുമുണ്ട്. പല പശ്ചാത്തലം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ പലരോടും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്. എൻ്റെ നാമത്തെ അറിയുന്നവനെ ഉയർത്തുന്നുമുണ്ട്. അവൻ്റെ ബലമുള്ള കരങ്ങൾ താണിരുവീൻ, തക്ക സമയത്ത് ഉയർത്തുന്നുമുണ്ട്. അപ്പോൾ ഉയർച്ച ആഗ്രഹിക്കാത്ത ആരുമില്ല. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും ഉയർച്ചയും ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവമായി ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായി ദൈവം ഉയർത്തിയ തന്നെ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ നാം കണ്ടുവരുന്നത്. നമ്മുടെ താഴ്ചയിൽ ഓർത്തവന് അവൻ്റെ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ ജനം പറയാം. അത് താഴ്ചയിൽ ഓർത്ത് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ താഴ്ച ഭവിക്കില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. അപ്പോൾ ഉയർച്ച വേണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ പ്രാപിക്കണം, ഉയർച്ച പ്രാപിച്ചെടുക്കണം. അതാ ഉയർച്ച പ്രാപിച്ചെടുക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഉയർച്ച പ്രാപിച്ചിരിക്കണം. ഉയർച്ച പ്രാപിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പലവിധമായ കാര്യങ്ങളാണ് ബന്ധത്തിലുള്ളതാണ്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നാട്ടിൽ ജോലി ചെയ്യുന്നു, സാമ്പത്തികമായി ഒന്നും ഉയരാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അവർ പാസ്പോർട്ട് എടുത്ത് വിദേശത്ത് യൂറോപ്പിലോ അങ്ങനെ പുറം രാജ്യങ്ങൾ പല അനവധിയുണ്ട്. അവിടെയൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ, ഗൾഫിലോ ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഇച്ചിരി സമ്പത്ത് കൂടുതൽ കിട്ടും. വീട്ടിലയക്കാൻ